ഇസ്രായേലും ഖത്തറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രഹസ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഹമാസിനെ മുച്ചൂട് മുടിക്കാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അമേരിക്ക പോലും അറിയാതെ ഇസ്രായേൽ അത് പണിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്ക മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് ആളുകളെയൊക്കെ അയക്കാനുള്ള തീരുമാനമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഒരുങ്ങിയിരുന്നപ്പോൾ അവിടെ വെടിപൊട്ടി അവിടെ കുറെ എണ്ണം തീർന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഖത്തറിന് ഇത് പരസ്യമായി പറയാൻ കഴിയില്ല. ഞങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് ഖത്തറിന് പരസ്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖത്തർ പറയുന്നത്, ഞങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരു ചർച്ച വിളിക്കുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പിന്നെ അതായത് ഈ മധ്യസ്ഥ വഹിക്കാനുള്ള ഖത്തറിന്റെ ഒരു മാന്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ഞങ്ങൾ അപലപിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു നിലപാട് സ്വീകരിക്കണം, ഒരു തീരുമാനം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഖത്തർ വലിയ രീതിയിലുള്ള ഇതെടുക്കുന്നു. പക്ഷെ ഇതുവരെ ഖത്തർ ഈ ഹമാസിന്റെ നേതാക്കൾ മരിച്ചതിനൊരു അപലപിക്കൽ കണ്ടത് നമ്മൾ കണ്ടില്ല. ഹമാസിന്റെ നേതാക്കൾ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കുന്ന ഒരു ഖത്തറിനെ നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കൾക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കുന്ന ഒരു ഖത്തറിനെ നമ്മൾ കണ്ടില്ല. ഖത്തർ പറയുന്നത് ആക്രമണം ചിലപ്പോൾ മറ്റ് GCC രാജ്യങ്ങളിൽ കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ പലയിടത്തും നടക്കുന്നുണ്ട്.